പാർട്ടി നേതൃത്വം ഏതെങ്കിലും ഒരു വാക്കോ വാചകമോ പ്രസ്താവനയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി രേഖകൾ പരിശോധിച്ച് ശരിയെന്ന് ബോധ്യപ്പെട്ട് 100% കറക്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ പാർട്ടിയുടെ പ്രസ്താവന വരൂ. പാർട്ടിയുടെ പ്രസ്താവന ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളടക്കം ശ്രീ അരുൺകുമാർ അടക്കം ഇതുപോലെ ചർച്ചകളിൽ വന്നിരുന്ന് ഇതെല്ലാം പറയുമ്പോൾ ശ്രീമതി വീണയ്ക്ക് അറിയാം 2021 അവരുടെ കമ്പനിയെ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അത് നിങ്ങളോടെങ്കിലും വെളിപ്പെടുത്താനുള്ള ഒരു സാമാന്യ മര്യാദ അവരോ അവരുടെ പിതാവോ കാണിക്കേണ്ടതല്ലേ? പിന്നെ താങ്കൾ പറഞ്ഞു എല്ലാ രേഖകളും പരിശോധിച്ചുവെന്ന്. ആരാണ് ഈ രേഖകളെല്ലാം പാർട്ടിക്ക് നൽകിയത്? പാർട്ടിയുടെ ഏത് ഘടകമാണ് ഈ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചത്? നിങ്ങൾക്ക് തൃപ്തികരമാകുമോ ഇല്ലയോ? എസ്ആർഒ കമ്പനീസിന് തൃപ്തികരമാകുന്നില്ല, പിന്നെ നിഷ പുരുഷോത്തമന് തൃപ്തികരമാകൂല്ലോ. ഞാൻ പറയാൻ റെഡിയാണ്, നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കല്ലേ. അല്ല, എനിക്ക് അരുണിന്റെ നിഷ്കളങ്കതയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അരുണ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ബോധ്യപ്പെടുന്നില്ല പിന്നെയാണോ നിഷയ്ക്ക് എന്നാണ് അരുണ് ചോദിച്ചത്. കാരണം ആ നിഷ്കളങ്കത എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ അരുൺ എന്നറിയത് ഇവിടെ ആർക്കും ബോധ്യപ്പെടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. നിഷ, ഇവിടെ എന്താണ് വിഷയം? ഇവിടെ ആരോപണം എന്താണ്? ഇവരെന്താണ് മറുപടി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചോദ്യത്തിനൊന്നിനും മറുപടി പറയുന്നില്ല, എന്നിട്ട് വ്യക്തമായി മറുപടി പറയുന്നത് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആരോപണം എന്ന് പറയുന്നത് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് കാശ് കൊടുത്തു എന്നുള്ളതല്ല, ആ കാശിന് സേവനം കൊടുത്തില്ല എന്നുള്ളതാണ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ക്വാഷി ജുഡീഷ്യൽ ബോഡിയാണ്. ആ ക്വാഷി ജുഡീഷ്യൽ ബോഡി അതിന്റെ ഫൈൻഡിങ്ങിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഒരു പ്രോമിനന്റ് പൊളിറ്റീഷ്യന് കൊടുത്തിരിക്കുന്ന കാശാണ്. അത് മറ്റെന്തോ സേവനത്തിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഈ പറയുന്ന പോലത്തെ സേവനത്തിന് വേണ്ടിയിട്ടല്ല. അല്ലാണ്ട് അരുൺകുമാർ തന്നെ ഒരിക്കലും ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ലോകരുതൻ ടേബിളിന്റെ കാല് മാറ്റി വെക്കാനും സർഫെക്സൽ വാങ്ങിക്കാനും വേണ്ടിയിട്ടൊന്നും കൊടുത്ത കാശൊന്നും അല്ല. ഇത് മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് 1.72 കോടി രൂപ ഈ പറയുന്ന CMRL എന്ന് പറയുന്നത്. അത് എന്ത് സേവനമാണ്? വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി 1.72 കോടി രൂപ വാങ്ങി എന്ന് വരെ പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ. അല്ലാണ്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ടാക്കാൻ വേണ്ടി 1.72 കോടി രൂപ വാങ്ങി എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഇവിടെ വന്നിരുന്നു വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഒന്നും പറയരുതേ അരുണേ, കേട്ടോ? അല്ല അരുണെ മൈക്രോസോഫ്റ്റ് എക്സലും പെയിന്റും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് 1.72 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞ ആൾക്കാർ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയരുത്. അത് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത കാര്യങ്ങൾ പരിഹാസനായെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോ ഞാൻ ചോദിക്കുന്നത് അല്ല ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഘടകം അന്വേഷിച്ചു, പാർട്ടി ഘടകം രേഖകൾ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ശരി അരുൺകുമാറെ, ഒറ്റ ചോദ്യം. പാർട്ടി ഘടകം കണ്ട രേഖകൾ പ്രകാരം വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് എന്ത് സേവനമാണ് CMRL കൊടുത്തിരിക്കുന്നത്? പറയാമോ? പാർട്ടി ഘടകം പരിശോധിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഈ കാര്യം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് ബോധ്യമായിട്ടില്ല, ROCക്ക് ബോധ്യമായിട്ടില്ല, SFIയുടെ ഇതുവരെയുള്ള അവർ കോടതിയിൽ പറയുന്നതനുസരിച്ചിട്ട് അവർക്കും ബോധ്യമായിട്ടില്ല. പാർട്ടിക്ക് ബോധ്യമായ ആ സേവനം എന്താണ് എന്ന് അരുൺകുമാറിനൊന്ന് പറയാമോ? അത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. ആ ഒറ്റ കാര്യം ജനങ്ങൾക്ക് കൺവിൻസ് ആവുന്ന തരത്തിലുള്ള ആ ഒറ്റ കാര്യം പറഞ്ഞാൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലേക്കും ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലേക്കും ഒന്നും പോകേണ്ട യാതൊരു കാര്യമില്ല. രണ്ട് കമ്പനികളുടെ കാര്യമല്ല, എന്ത് സേവനം കൊടുത്തുവെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടുവെന്നാണ്. അത് പാർട്ടി പരിശോധിച്ചു എന്നാണ് അരുൺകുമാർ പറഞ്ഞത്, പാർട്ടിക്ക് ബോധ്യമായി എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഏതൊക്കെയോ നേതാക്കൾക്ക് ബോധ്യമായി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, നിഷ പറഞ്ഞതല്ല, ഇവിടെ ഇരിക്കുന്ന ജ്യോതികുമാർ പറഞ്ഞതല്ല, അരുൺകുമാർ പറഞ്ഞതാണ്. അത് എന്ത് സേവനമാണെന്നുള്ള കാര്യം അരുൺകുമാർ പറയാം. പാർട്ടിക്ക് ബോധ്യപ്പെട്ട സേവനം എന്താണ്? അല്ല, കൃത്യമായി പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞല്ലോ. ഞങ്ങൾ പത്രക്കാർക്ക് കൊടുത്ത പ്രസ്താവനയിലും പറഞ്ഞല്ലോ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്, അതിൽ നോൺ ഡിസ്ക്ലോസർ ക്ലോസർ ഉണ്ട്. ഇപ്പോൾ നോൺ ഡിസ്ക്ലോസർ ക്ലോസർ ഉണ്ട്. അതുകൊണ്ട് അതോറിറ്റിയുടെ മുന്നിൽ രണ്ട് കമ്പനികൾക്കും ഞാൻ പറഞ്ഞേക്ക് അതല്ലേ പറയണത്. ആ കരാറിൽ കൃത്യമായി എന്തൊക്കെ സേവനം എന്ന് നിർവചിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും വ്യക്തിപരമായി മറ്റുള്ളവർക്ക് ഡിസ്ക്ലോഷർ ചെയ്യാൻ പറ്റില്ല. നോൺ ഡിസ്ക്ലോഷർ ക്ലോസർ ഉണ്ട്. ഇപ്പൊ അന്വേഷിക്കാണല്ലോ. അപ്പൊ 210 എൻക്വയറി തുടങ്ങി. ഏതായാലും ആ എൻക്വയറിയുടെ ഭാഗമായി അവർ ചോദിക്കുമല്ലോ എന്തൊക്കെയാണ് സേവനം. ഈ രണ്ട് കമ്പനിക്ക് പറയാമല്ലോ. അതിന്റെ പുറത്ത് മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോഴല്ലേ അതിനെ ചലഞ്ച് ചെയ്തേ. ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു ഞാൻ പറയട്ടെ. മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പരിശോധിക്കാമല്ലോ. ആ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെടും ഏത് തരത്തിൽ എഗ്രിമെന്റ് ആണ് ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് കണ്ടീഷൻ, എന്തൊക്കെയാണ് സേവനം, ഏതൊക്കെ സേവനമാണ് കൊടുത്തത്, എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തത്, എത്രയാണ് നികുതി അടച്ചത്. ഇതെല്ലാം പരിശോധിക്കാനല്ലേ ആദായ നികുതി വകുപ്പ് സെക്ഷൻ 210 പ്രകാരം എൻക്വയറി പ്രഖ്യാപിച്ചത്. അപ്പോ അരുൺകുമാർ പറയുന്നതനുസരിച്ചിട്ട് ROCക്ക് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല എന്ന് അരുൺകുമാർ തന്നെ പറഞ്ഞു. അതായത് കൃത്യമായിട്ടുള്ള സേവനം എന്താണ് കൊടുത്തത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ വീണ അവിടെ ആ വിഷയത്തിൽ പരാജയം
പരാജയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒന്നും ബോധ്യമാവില്ല. കെജ്രിവാളിന് 5 തവണ സമൻസ് അയച്ചു. ഇന്ന് സ്കൈൽ ലെവൽ പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഡയറക്ടറായിരിക്കുന്ന ഒരു കമ്പനിയായ സ്കൈ ലെവനെ കുറിച്ചിട്ടുള്ള ഒരു ആരോപണം പുറത്തു വന്നിട്ടുണ്ട്. ഈ സ്കൈ ലെവൻ വീണ ഡയറക്ടറാണ് എന്ന് പറഞ്ഞ് പുറത്തു വന്ന ഉടൻ തന്നെ അതിന്റെ ഡയറക്ടർഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൽ നിന്ന് വീണയുടെ പേര് മാറ്റുക, അഡ്രസ് മാറ്റുക, ഇങ്ങനെയുള്ള ഹൈഡ് ആൻഡ് സീക്ക് പരിപാടി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പരവേശവും വെപ്രാളവും കാണിക്കുന്നത്? ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ കോമൺ സെൻസിനെ, അവരുടെ ലോജിക്കിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. നിങ്ങൾ ഈ കേസിന്റെ അന്വേഷണം തുടങ്ങി അല്ലെങ്കിൽ ഈ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന ദിവസം മുതൽ നിങ്ങൾ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് പറയുന്നത്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീണയ്ക്ക് ഒന്നും ഭയക്കാനില്ല എന്നുണ്ടെങ്കിൽ കമ്പനി തുടങ്ങി എനിക്കൊന്നും ഭയക്കാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് എന്റെ പേരോട് മറച്ചു വയ്ക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എന്റെ പേരോട് തന്നെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത്? എന്തിന് പിണറായി വിജയന്റെ മകൾക്ക് 2016 മുതൽ ഒരു സേവനവും ചെയ്യാതെ കരിമണൽ കർത്ത പണം കൊടുക്കണം എന്നുള്ളതും ഇതേ സുതാര്യതയുടെ കീഴിൽ തന്നെ വരും? ഇല്ല, രണ്ടും രണ്ടാണ്. ഇലക്ട്രൽ ബോണ്ട് പ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം കൊടുക്കുന്നതും അതുപോലെ ഒരു കരാർ വെച്ച് 2 കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷന്റെ ഭാഗമായി സേവനത്തിന് പ്രതിഫലം കൊടുക്കുന്നതും രണ്ടും രണ്ടാണ്. എത്ര നിങ്ങൾ ഒരുമിപ്പിക്കാൻ നോക്കിയാലും സുപ്രീം കോടതിയുടെ 253 പേജുള്ള ഇന്നലത്തെ വിധിന്യായത്തിൽ കൃത്യമായി അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളടക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്കെല്ലാം ഈ കരിമണൽ കമ്പനി പണം കൊടുക്കണമെന്നുള്ളത് ഇന്നലെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഇത്തരം പണമിടപാടുകളിൽ ഉണ്ടായിരിക്കേണ്ട സുതാര്യത അല്ലെങ്കിൽ പ്രത്യുപകാരത്തിനാണോ പണം കൊടുക്കുന്നത് എന്നുള്ള പ്രശ്നം അത് ഇവിടെ ബാധകമല്ല എന്നാണ് ശ്രീ അരുൺകുമാർ പറയുന്നത്. അതേസമയം അരുൺകുമാർ ഇവിടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഇന്ററിം സെറ്റിൽ ബോർഡിന്റെ വിധി അനുസരിച്ചിട്ട് വളരെ വ്യക്തമാണ്. എന്തോ ഒരു സേവനം കൃത്യമായിട്ടും കരിമണൽ കർത്തയുടെ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ തന്നെ 2020 മുതൽ 2023 വരെ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾക്ക് കരിമണൽ ഖനനം നടത്താൻ വേണ്ടിയിട്ടുള്ള അത് നീട്ടിക്കൊടുത്തതിനുള്ള പ്രത്യുപകാരമാണ് എന്നുള്ളതാണ് കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഇവിടെ എത്രയായിട്ടും ആ കാര്യം ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പൈസ കൊടുക്കുന്നത് ഇപ്പോ ഈ പറയുന്ന പോലെ ഡൊണേഷൻ ആയിട്ടോ പലതുമായിട്ടോ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ CPM-നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പറയാണ്, CMRL പറയാണ്, ഞാൻ CPM ഇലക്ഷന് വേണ്ടിയിട്ട് ഇത്ര രൂപ ഡൊണേഷൻ കൊടുത്തു, അല്ലെങ്കിൽ അവരൊരു പുതിയ ഓഫീസ് പണിയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് കൊടുത്തു എന്ന് പറയുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര പൈസ കൊടുത്തു അതും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ കൊടുത്തിരിക്കുന്ന രഹസ്യമായ ഒരു സേവനത്തിന് അത് പാർട്ടി അറിഞ്ഞാണോ അറിയാതെയാണോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വലിയ ധാരണയില്ല. അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന കാശാണ്. അതേ പ്ലസ് ഇത് ക്ലിയർ കേസ് ഓഫ് മണി ലോണ്ടറിംഗ് ആണ്. ഇവർ പറയുന്നുണ്ടല്ലോ അക്കൗണ്ട് വഴി വന്നു അതുകൊണ്ട് പ്രശ്നമില്ലാന്ന്. ഈ അക്കൗണ്ട് വഴി വരുന്നത് എങ്ങനെയാണ്? ഇല്ലാത്ത സേവനം നൽകി എന്ന് പറഞ്ഞ് അക്കൗണ്ട് വഴി പൈസ കൊടുക്കുന്നതിനെയാണ് നമ്മൾ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. അതായത് ഇല്ലാത്ത ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ് കൊടുക്കുകയാണ്. അതായത് ഞാൻ ഇയാൾക്ക് ഇത്ര പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ പൈസ വൈറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? ആ പൈസ അക്കൗണ്ട് ത്രൂ കിട്ടണം. അതിന് ബോഗസ് ആയിട്ടുള്ള ഒരു സർവീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കാണിക്കണം. ഇവിടെ ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് അത്തരത്തിലുള്ള ഒരു മണി ലോണ്ടറിംഗിന് അദ്ദേഹത്തിന്റെ ഓഫീസിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇത് ക്ലിയർ കേസ് ഓഫ് മണി ലോണ്ടറിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വെപ്രാളം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്, അദ്ദേഹത്തിന്റെ മകളുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്, KSIDCയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. ഇവരെല്ലാവരും ഈ കിടന്ന് ഉരുളുന്നതും എന്താണ് സേവനം? അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. എന്താണ് സേവനം?